ആരാണ്, വില്ലൻ ആരാണ്, എന്തുകൊണ്ടാണ് വില്ലൻ അങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് നായകൻ അങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് നായിക ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കറിയാം പി കെ റോസിയെ പോലുള്ള ഒരു ആദ്യത്തെ നായികയെ പറ്റി നമുക്ക് ഒരു വിവരവുമില്ല. പി കെ റോസിയെ കുറിച്ച് മാത്രമല്ല വിവരമില്ലാത്തത്, സെല്ലിലോഡ് എന്ന സിനിമ ചെയ്തപ്പോൾ അതിനകത്ത് അഭിനയിച്ച ആ പെൺകുട്ടിക്കും മലയാള സിനിമയിൽ പിന്നെ ഏതെങ്കിലും ഒരു റോള് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒഴിവാക്കലുകളെ, എക്സ്ക്ലൂഷൻസിനെ, അതൊക്കെ വേറൊരു തരത്തില് ഭീകരമായ വയലൻസ് കൂടിയാണ്. എങ്ങനെയാണ് വയലൻസ് അത് സെറ്റിലായി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. നമ്മൾ വയലൻസ് പറഞ്ഞ ഭീകരമായ ശാരീരികമായ ഭൗതികമായ ഒരു മർദ്ദനത്തെ മാത്രമാണ്. മറിച്ച് കവിതയിലും സാഹിത്യത്തിലും കലയിലും ചിത്രകലയിലും സിനിമയിലും ഒക്കെ ഇങ്ങനെയുള്ള ഈ ബഹുഭൂരിഷം വരുന്ന ദലിത്, ബഹുജൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയിട്ടുള്ള എന്താ പറയുക, വേറൊരു തരത്തിൽ സവിശേഷമായ രീതിയിലും മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുടെ ജീവിതവും കലയും ചിന്തയും ശരീരവും ഒക്കെ പല വിധേന ഹിംസാത്മകമായി മാർജിനലൈസ് ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രവണത മറ്റു പല സമൂഹത്തിലുള്ളത് പോലെ തന്നെ മലയാള സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മളിത് അംഗീകരിക്കില്ല. മലയാള സമൂഹം, മലയാളികൾ, കേരളം എന്ന് പറയുന്നു ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിഭയങ്കരമായി വികാസം പ്രാപിച്ച ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ഡെവലപ്മെന്റ് ഇൻഡീസസിനോട് കിടപിടിക്കുന്ന ഇൻഡീസസ് ഉള്ള ഒരിടമാണെന്ന് നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വഴി നമ്മൾ എന്താ പറയുക, നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി വിമർശനങ്ങളൊക്കെ വേറെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, താരതമ്യേന ബെറ്റർ ആണ് എന്നല്ലാതെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാളും സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്, ലോകത്ത് പലയിടത്തുമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മലയാളി എന്നൊരു അഭിമാനം നമ്മളിങ്ങനെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആത്മവിമർശനം അങ്ങനെ അധികം നടത്താറില്ല. ഈ ആത്മവിമർശനങ്ങൾ നടത്താനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 30 വർഷം മുമ്പോ 1/4 നൂറ്റാണ്ട് മുമ്പോ ഒക്കെയുള്ള അരികുകളിൽ നിന്നുള്ള ചില സവിശേഷമായ ചിന്ത, എഴുത്ത്, ഇടപെടലുകളൊക്കെ അവരിടപെടുന്ന മേഖലയിലൂടെ വന്നപ്പോഴാണ്. ചിത്രങ്ങളുടെ മേഖലയിൽ, ശില്പകലയുടെ മേഖലയിൽ, സിനിമയുടെ മേഖലയിൽ, കവിതയുടെ മേഖലയിൽ ഒക്കെ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കവിതയുടെ മേഖലയിൽ പരമ്പരാഗതമായ ഒരു കാവ്യസങ്കല്പം, ഇതിനകത്തൊരു ഗദ്യ കവിത, പദ്യ കവിത എന്നൊക്കെ ഉള്ളതല്ല. പുതു കവിത എന്ന് പറഞ്ഞാൽ അതെല്ലാം വൃത്തവും അലങ്കാരവും ഒന്നും ഇല്ലാതെ എഴുതുന്ന ഒരു കവിതയാണ് പുതു കവിത എന്നൊരു അതിൻ്റെ രൂപപരമായി നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മറിച്ച് കൂടുതൽ ജനാധിപത്യ ബോധം, കൂടുതൽ സാമൂഹ്യ നീതി, കൂടുതൽ ലിംഗനീതി, കൂടുതൽ വൈവിധ്യങ്ങളെ, ചെറു രൂപങ്ങളെ, ചെറു ആഖ്യാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി മനുഷ്യർക്ക് ഇടപെടാവുന്ന വിധത്തിൽ പരമാവധി മനുഷ്യരുടെ ജീവിതത്തിന്റെ നനുനനുപ്പുകൾ ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തിൽ നമ്മൾ കലയിൽ ഇടപെടുമ്പോഴാണ് അത് പുതിയ ഒരു കലയായിട്ട് മാറുന്നത്. കല എന്ന് പറയുന്നത് ഒരേ അനുദിനം അല്ലെങ്കിൽ ഒരേ ഡെക്കേഡിലെങ്കിലും നമ്മളത് കല പുതിയതായി മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്ന ഏതെങ്കിലും കാലത്തിലെ വിധ്വംസകമായിട്ടുള്ള ഒരു ഒപ്രസീവായിട്ടുള്ള ഒരു ഭാവുകത്വത്തിൽ സ്വയം തളച്ച് കിടക്കപ്പെടാതെ നമ്മൾ കാലാനുസൃതമായി പുതിയ പുതിയ പ്രതിനിധാനങ്ങളുടെ വരവറിയിച്ചുകൊണ്ടെത്തുന്ന പുതിയ ആഖ്യാന രൂപങ്ങളെ, അതിപ്പോൾ പലതിനകത്തുമുണ്ട്. കവിതയിൽ എവിടെ നിന്നൊക്കെ വരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് ഇത്ര ഞാനൊരു ആമുഖമായി പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാലഗണനയൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ കാരണം നിങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികളായതുകൊണ്ട് അത്രയും പരന്ന ഒരു എന്താ പറയുക, ഒരു അവതരണത്തിലേക്ക് പോകണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇപ്പം നമ്മൾ കവിത എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലേക്ക്, സാഹിത്യ രൂപത്തിലേക്ക് ഒരു വ്യത്യസ്തത എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കവിതയെക്കുറിച്ചല്ല വിചാരിക്കുന്നത്, നമ്മുടെ ഒരു തനിമയുള്ള കവിയുടെ കവിത എന്ന നിലയ്ക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഈ സമൂഹത്തിലെ മലയാളി സമൂഹത്തെ, മലയാളി ഭാവുകത്വത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യാത്ത വളരെ ലക്ഷണയുക്തമായിട്ടുള്ള ഒരു കാവ്യ പദ്ധതിയിലേക്ക് കടന്നു പോകാതെ അത് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. അത് വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. മറിച്ച് അതിലെ അഭാവങ്ങളെ പൂരിപ്പിക്കുന്ന, അതിലെ വിധ്വംസതകളെ മറികടക്കുന്ന, അതിലെ അവരുടെ ചിന്തയിലെ ഹിംസാത്മകതയെ ചോദ്യം ചെയ്യുന്ന. എനിക്കറിയാം, നമുക്ക് കുമാരനാശാൻ പോലും പീറ മുഹമ്മദിയെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇന്നാണ് നമുക്കറിയാം അങ്ങനെ ഒന്നും എഴുതത്തില്ല. കാരണം നമുക്കറിയാം അതിനകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എങ്കിലും അങ്ങനെ ഒന്നും എഴുതത്തില്ല. അതൊരു കാലത്ത് ചെയ്താണ്. പക്ഷെ നമുക്ക് എവിടെയാണ് ആ കവിയുടെ കാൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വേറൊരു ബോധത്തിലാണ്,
ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഒരു മതപരമായ ഒരു ബോധത്തിലാണ്, അല്ലെ തെറ്റ് ശരികൾ തമ്മിൽ പ്രബലമായ ഒരു ശരിയുടെ കൂടെയാണ് കവി നിൽക്കുന്നത്. കവി എപ്പോഴും അല്ലെങ്കിൽ കലാകാരൻ എപ്പോഴും ഒരു പ്രതിപക്ഷമാകേണ്ടതുണ്ട്. ആര് ഭരിച്ചാലും, കേന്ദ്രം ആര് ഭരിച്ചാലും, കേരളം ആര് ഭരിച്ചാലും സ്വാഭാവികമായി സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി, മാർജിനലൈസ് ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു അധിക ബാധ്യത കവിക്കും കലാകാരനും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ മാത്രമേ സൊസൈറ്റി, സമൂഹം കൂടുതൽ ജനാധിപത്യപരമായി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സംഗതി വളർന്ന് വളരെ സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കുത്തകയായി മാറുന്ന നമുക്ക് പല ലോകത്തെ എല്ലാ അനുഭവങ്ങളും നമുക്ക് അങ്ങനെ അറിയാം. കാരണം ഏതെല്ലാം മാതൃകകളും ഈ സ്വാഭാവികമായിട്ടുള്ള ഇതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കവിതയുടെ ഒരു സ്കൂളിൽ കുറേ ഇടപെടലുകൾ നടക്കുന്നതിന് പുറമേ നിന്നും അകമേ നിന്നും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനെപ്പോഴും എനിക്കിത് വ്യക്തിപരമായി തോന്നുന്നുണ്ട്, ഒരുപാട് സംഗതികൾ ഇപ്പൊ 90കളിലൊക്കെയാണ് ഇതിന്റെ ഒരു പ്രകടമായ ലക്ഷണം വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഈ ചില സംഭവങ്ങൾ നേരിട്ട് ചിലപ്പോൾ ഇതിനെ ഒന്നും ബാധിച്ചിട്ടുണ്ടാവില്ല. ആഗോളതലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ, പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഈ പറഞ്ഞ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 90-ല് ആണ് നെൽസൺ മണ്ടേല വിമോചിക്കപ്പെടുന്നത്. ദീർഘകാലം ഈ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം തടവറയിൽ വെച്ചിരുന്ന ഇദ്ദേഹം വിമോചനത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ, അത് കറുത്ത മനുഷ്യരുടെ ഒന്നും മാത്രമല്ല, മറിച്ച് സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന, വിമോചനം കാംക്ഷിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വലിയൊരു പ്രചോദനമായി മാറുന്നു. ഇത് നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ അതിഭയങ്കരമായിട്ടുള്ള മാറ്റത്തിന് കാരണമാകുന്നു. അങ്ങനെ ഒരുപാട് സംഗതികൾ 90കളിലാണ് 2 ജർമ്മനികൾ ഒരുമിക്കാൻ തീരുമാനിക്കുന്നത്. 90കളിലാണ് നമുക്കറിയാവുന്ന ഈ റഷ്യ USSRന്റെ ഒരു തകർച്ചയും ചെറിയ ചെറിയ രാജ്യങ്ങളായത് മാറുകയും മറ്റൊരു തരത്തിലുള്ള, നമ്മൾ അതുവരെ അറിഞ്ഞിരുന്ന ഒരു ഇടമായിരുന്നില്ല റഷ്യ എന്നൊക്കെ ഉള്ള എല്ലാവരും അറിയുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ഇതിന് സമാന്തരമായി നമുക്കറിയാം ഗ്ലോബലൈസേഷൻ്റെ അതുകൊണ്ട്, ഇന്റർനെറ്റിന്റെ വരവുണ്ട്, സോഷ്യൽ മീഡിയയുടെ വരവുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരേ സമയം നമ്മുടെ വീട്ടിലിരിക്കുകയും നമുക്ക് ഒരു വിശ്വപൗരനായി മാറുന്ന വിധത്തിൽ നമുക്ക് നമ്മളെ സ്വയം പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. ഇതെല്ലാ തരത്തിലുള്ള ചിന്തകളെയും മാറ്റിമറിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കൺസേൺഡ് വ്യക്തിത്വങ്ങളോ സമൂഹങ്ങളോ അല്ലാതെ ലോകത്തെമ്പാടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ഇതുവരെയുള്ള ചിന്താ പ്രവർത്തനത്തെ, ഇടപെടലുകളെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതല്ലേ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാനൊക്കെ കാരണം ഇങ്ങനെ മൊത്തത്തില് ലോകത്തെമ്പാടും ഉണ്ടായതുപോലെ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ മലയാള കവിതയിലുമൊക്കെ ഇത് വരുന്നുണ്ട്. ഇത് മുമ്പ് ഒട്ടും ഇല്ലായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പല ഇടപെടലും പണ്ഡിറ്റ് കറുപ്പനെ പോലെ, TKC വടുതലെ പോലെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. പക്ഷെ അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. അവർക്ക് പലപ്പോഴും ഒരു സാമൂഹിക രാഷ്ട്രീയ അടിത്തറ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അംബേദ്കറിസത്തിന്റെ വ്യാപനം, മറ്റ് വ്യത്യസ്തരായിട്ടുള്ള സൈദ്ധാന്തികരുടെ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകളുടെ ഇടപെടലുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്കൊന്നും പറഞ്ഞു തരണ്ട, ഈ ഡീകൺസ്ട്രക്ഷൻ പോലെയൊക്കെ ഉള്ള ചിന്താ പദ്ധതികൾ വരുന്നതോടുകൂടി നമുക്ക് എത്രയോ കാര്യങ്ങളാണ്, ഫൂക്കോയുടെ ചിന്തകൾ നമുക്ക് എത്രത്തോളമാണ് നമ്മൾ അറിയാണ്ട് പോലും അദ്ദേഹത്തിന്റെ ചിന്തകളെ വേറൊരു രീതിയിൽ വിശകലനം ചെയ്ത് ജീവിതത്തിലും ബന്ധങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പശ്ചാത്തലമായി മാറിയത്, പ്രകടമായ ഒരു പശ്ചാത്തലമായി മാറിയത് ഈ 30 കാൽ നൂറ്റാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുത്തു വെക്കാവുന്ന ഒരു കാലമാണ് ഇത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് പലപ്പോഴും സ്ത്രീകളുടെ എഴുത്ത്, പെണ്ണെഴുത്ത്, ഇപ്പം സച്ചിദാനന്ദൻ സച്ചുമാഷ് സാറാ ജോസഫിൻ്റെ കഥയ്ക്ക് എഴുതുന്ന ആമുഖത്തിലാണെന്ന് തോന്നുന്നു പെണ്ണെഴുത്തെന്നുള്ള ഒരു കർത്തൃത്വപരമായിട്ടുള്ള ഒരു പ്രകാശനം അല്ലെങ്കിൽ ഒരു പ്രതിനിധാനപരമായ എഴുത്തിൻ്റെ ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് പല മേഖലകളിലും ദലിത് എഴുത്ത്, ധാരാളം കവികൾ കഥയിലും ഒക്കെ വരുന്നു. അതേപോലെ തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് ധാരകളുണ്ട്. ഇപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് ഇപ്പം വിജയരാജ മല്ലികയെ പോലുള്ള ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട കവികളുടെ ഇടപെടൽ, ഇവരൊക്കെ ഈ രംഗത്തേക്കും, അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി പ്രവാസ കവിത, FB കവിത, ഇപ്പം സുധീർ രാജിനെ പോലുള്ള എവിടെയും ഒരു കവിതയും പ്രിന്റിൽ പ്രസിദ്ധീകരിക്കും. ആ സൂക്ഷ്മമായിട്ടുള്ള ഹിംസയിലെ അതിസൂക്ഷ്മമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചൊന്നും അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വിദ്യാർത്ഥികൾ ഒരു ജ്ഞാന സമൂഹം എന്ന നിലയ്ക്ക് നമുക്കതിനുള്ള അധിക ഉത്തരവാദിത്വമുണ്ട് ഇതിൻ്റെ സംഗതികൾ. ഇപ്പം
ഞാൻ ഈയിടെ നമ്മുടെ എബിൻ്റെ കേടായ അന്തർവാഹിനികളുടെ യാർഡ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കുറേ കവിതകൾ വായിച്ചു. അപ്പോൾ എനിക്ക് വളരെ രസകരമായി എനിക്ക് തോന്നിയ അത് നിലവിലുള്ള പല കവിതകളിലെയും ഒരുപക്ഷെ 2020 ശേഷം പോലും ഇറങ്ങുന്ന പല നമ്മൾ കണ്ടുവരുന്ന പല കവിതകളിൽ നിന്നും ഘടനാപരമായി വ്യത്യസ്തമായിട്ടുള്ള ഭാവുകത്വപരമായി വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ആ കവിതയിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഇതുകൊണ്ടാണ് ഓരോ കവിയും തൻ്റെ ചിന്തയും തൻ്റെ ഫാന്റസിയും തൻ്റെ ഭാവനയുമായിട്ട് നിലവിലുള്ള ഒരു ഭാവനയിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഏറ്റുവാങ്ങാതെ ധൈര്യമായി കവിത എഴുതാം. ഈ ധൈര്യമായി കവിത എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നത് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ച ഈ മൊത്തത്തിലുള്ള ആഗോളതലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഉണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഡയലോജിക്കൽ ആവാനുള്ള ഒരു സംവിധാനം എങ്ങനെയൊക്കെയുണ്ട്. ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകളിൽ കുറച്ചെങ്കിലും അയവ് തട്ടുകയും അതിലൂടെ കുറച്ചുകൂടെ തന്മയത്വത്തോടെ ഇടപെടാനും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അത് അപകടകരമാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു സ്പേസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ മാത്രം കവിത എഴുതിയ മാതൃഭൂമിക്ക് അയക്കാം. മാതൃഭൂമി ഇട്ടില്ലല്ലോ എന്താ, പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾ ഈ സാധനം എഴുതും, മാതൃഭൂമി നിഷേധിച്ച കവിത. ചിലപ്പോൾ ഇതിനും പെട്ടെന്നായിരിക്കും 1 മണിക്കൂറിനുള്ളിൽ 10,000 ലൈക്ക്, കുറേ കമൻറ്റ്, ഇതൊക്കെ വരുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നം. അടുത്ത കവിത അയക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ഓണപ്പതിപ്പിലേക്ക് ആളോട് ചോദിക്കും, മാതൃഭൂമിന്ന് സുഭാഷ് ചന്ദ്രൻ വിളിച്ച് ചോദിക്കും, താങ്കളുടെ ഒരു കവിത വേണമെന്ന് പറയും. മനസ്സിലായോ? അതല്ലെങ്കിൽ അരനൂറ്റാണ്ട് കാലം എഴുതി മടങ്ങി. ഞാനൊക്കെ ഓർത്തിട്ടുണ്ട്, മാതൃഭൂമിയിൽ നിന്ന് മടങ്ങി വന്ന കവിതകൾ എന്ന് പറഞ്ഞ് വേണം എനിക്ക് സമാഹാരം ഇറക്കാമായിരുന്നു. അതിൻ്റെ ഒരു അങ്ങനെ വേണം ചെയ്യാം. പക്ഷെ അത്രത്തോളം കവിതകൾ മടങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ മാതൃഭൂമിയിൽ എഴുതത്തില്ല. അതൊരു നിശ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കുറച്ച് തീരുമാനം കൊണ്ട് മാത്രമാണ്. കവിത ചോദിച്ചാലും കൊടുക്കാറില്ല. അത് വലിയൊരു ഇതായിട്ട് പറയുന്നൊന്നുമല്ല, ഒരു രാഷ്ട്രീയ നിലപാട് അതിൻ്റെ ഭാഗമാണ്, വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. പക്ഷെ അതൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആ മട്ടിലുള്ള ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ വലിയ സാംസ്കാരിക പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത രേണുവാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനത് വ്യക്തിപരമായി പറയുന്നതല്ല, മറിച്ച് ടോക്കിൽ കാര്യങ്ങളൊന്ന് വ്യക്തമാകാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു വിചാരമേ ഇല്ലാത്ത ഒരാളാണ്. സത്യത്തിൽ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് കൂടുതലായോ കുറവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഒന്നിപ്പോൾ നമ്മൾ ഈ കവിതയുടെ പഴയ സ്കൂളിൽ നിന്നൊന്നും പെറുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് നമുക്കറിയാം. ഒരുപക്ഷെ മലയാള കവിതയിൽ വലിയ വലിയ സ്ഥാനങ്ങൾ ഇപ്പോഴും ഉള്ള പണ്ടേ ഉണ്ടായിരുന്ന, അപ്പം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു പ്രത്യേക ധാരയുടെ പ്രതിനിധിയാണ്. അല്ലെങ്കിൽ എ അയ്യപ്പൻ, അത് വേറൊരു വിധിയാണ്. ഒരുപക്ഷെ ഈ എ അയ്യപ്പനും ചുള്ളിക്കാടിന് ശേഷം ഈ അങ്ങനെ കവികളൊന്നും കാര്യമായി അനുകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് അനുകരിക്കുന്നവരുണ്ട്. ഇപ്പം കുരീപ്പുഴ പോലെ തന്നെ കവിത എഴുതുകയും കുരീപ്പുഴ പോലെ തന്നെ നടക്കുന്നവരും കുരീപ്പുഴ പോലെ കവിത ചൊല്ലുന്നവരെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവര് ഒരു കവി എന്ന നിലയ്ക്ക് നിങ്ങളുടെ കവിത എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നൊരു ചോദ്യം എനിക്കുണ്ട്. നിങ്ങളുടെ കവിത നിങ്ങളിൽ ചൊല്ലുന്ന പോലെ എന്തുകൊണ്ട് ചൊല്ലാത്തെന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം കുരീപ്പുഴ അവിടെ ഉണ്ടാകും, ചുള്ളിക്കാട് അവിടെ ഉണ്ടാകും, എ അയ്യപ്പനും ഉണ്ടാകും. പക്ഷെ അവരെ പോലെ എഴുതിയവരാരും നമുക്ക് കാണാൻ പറ്റില്ല. കവിയുടെ തുടക്കത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ സ്വാധീനത്തിൽ പെടുമായിരിക്കാം. അപ്പോൾ അത് പെട്ടോട്ടെ, കാരണം കവിത പഠിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് പെട്ടോട്ടെ. പക്ഷെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുതിയ കാലം മറ്റതങ്ങനെയല്ല. നിലവിൽ കുറെ കാവ്യ മാതൃകകളുണ്ട്, കാവ്യ പദ്ധതികളുണ്ട്. അതുപോലെ അല്ലാതെ എഴുതിയാൽ ഒരാൾക്കും എവിടെയും എത്താൻ പറ്റാത്തൊരു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കവിതയുമായിട്ട് വരാൻ പറ്റും. അത് ഇപ്പം സുകുമാരൻ ചാലികത്തെ പോലുള്ള കവിയൊക്കെ അതിൻ്റെ വലിയ ഉദാഹരണമാണ്, ഏറ്റവും പുതിയ ഉദാഹരണമാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായി മാറുന്നു. മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ കവർ ചിത്രം ത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്നു. ഇതൊക്കെ ഒരു കുറേ കാലം മുമ്പ് നടക്കാൻ സാധ്യതയില്ലാത്ത, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് കാലം മാറുന്നു. ആ കാലം മാറുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സമരങ്ങൾ, നൂറ്റാണ്ടൊന്നും അയ്യൻകാളി സമരം ഇതിന് എന്താ പറയുക, വിദ്യാഭ്യാസ അവകാശത്തിനും വഴിനടത്തത്തിനും ഒക്കെ വേണ്ടി നടത്തിയ മൗലിക അവകാശ സമരങ്ങളുടെ ഒരു തുടർച്ചയുണ്ട് അതിനകത്ത്. ആ തുടർച്ചയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പല ഘട്ടങ്ങളിലായി തുടർന്നു വന്നിരുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതോ ഒരു കാലത്ത് നടന്നു തീർന്ന ഒരു വസ്തുതയൊന്നുമല്ല. ഈ നിമിഷവും നടക്കാവുന്ന ഒരു കാര്യമാണ്, നടക്കേണ്ട കാര്യമാണ്. കാരണം പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. വളരെ ഉട്ടോപ്യനായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരുപാട് ചിന്തയും ഇടപെടലും അതിൻ്റെ ചില പുനരാലേഖലും നമുക്കറിയാം. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ അതൊക്കെ നടക്കുന്നുണ്ട്.
സതി തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സ്ത്രീകൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പഴയകാല തമ്പുരാട്ടിയുടെ ഒരു പ്രസ്താവന നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ കാണും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ ബോധം ഉള്ളിലില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയാൻ കഴിയുന്നതും അങ്ങനെ കവിത എഴുതാനൊക്കെ പറ്റുന്നത്. അത് അതിൻ്റെ ഒരു വലിയ വിഷയ സർക്കിളാണത്. അപ്പം അതിൽ നിന്ന് മാറി ഒരു ശരാശരി മനുഷ്യ സ്നേഹമുള്ള, അനുതാപമുള്ള, സഹതാപം വേണ്ട, ഒരു എമ്പതി മതി, എന്നാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സഹജീവിയോട്, നമ്മൾ ഇടപെടുന്ന ജീവിയോട് ജനാധിപത്യപരമായും തുല്യതകളോടുകൂടിയും സാമൂഹ്യ നീതിപരമായും ഒരു ജെൻഡർ നീതിയുടെ ഒരു വെളിച്ചത്തിലൊക്കെ ഇടപെടാൻ പറ്റും. നമ്മൾ ഒരു കവിത എഴുതിയിൽ ഒരു പടവും വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് ഇടപെടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആലോചനയാണ് നമുക്ക് വേണ്ടത്. അല്ല ഒരു കവിതയും കവിയെയും കയറി ആക്രമിക്കുക എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വിട്ടിട്ട് ഒരു 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 പ്രത്യേക രീതിയിൽ നമുക്കതിനെ ജീവിക്കാൻ പറ്റണം. ഈ അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. അതാണ് നമ്മുടെ ഭാവുകത്വത്തെ പഞ്ചായത്താണ്, വീടാണ്, വ്യക്തിബന്ധങ്ങളാണ്. പവർ റിലേഷൻ എന്ന് പറയുന്ന രണ്ട് ബന്ധങ്ങളിൽ തന്നെ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ മൂഡ് ഫ്ലക്ച്വേഷൻ ഉള്ളവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ അതുണ്ടെന്നാണ് പറയുക. കാരണം പലപ്പോഴും അങ്ങനെയാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ അയാളെ തന്നെ ചിലപ്പോൾ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലായിടത്തും സ്ഥൂല സൂക്ഷ്മമായിട്ടുള്ള എല്ലായിടത്തും അധികാരം എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആകുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ ഇടപെടുന്ന ഒരു മേഖലയിലേക്ക് പകർത്തി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, ഇടപെടാൻ പറ്റും, ജീവിക്കാൻ പറ്റും, കവിത എഴുതാൻ പറ്റും, ചിത്രം വരയ്ക്കാൻ പറ്റും, സിനിമ എടുക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ നല്ല നല്ല ലക്ഷണങ്ങൾ ധാരാളം നമുക്ക് കാണാവുന്നതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ വളരെ വിസ്തൃതമായൊരു വിഷയമാണ് പൊതുകവിതയിലെ എന്താ പറയുക വ്യത്യസ്തമായ ധാരകൾ എന്ന് പറയുന്നത്. ഞാനതിൻ്റെ പേരുകളൊക്കെ ചില ധാരകളുടെ പ്രത്യേക പേരുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇതിലേക്ക് വരാത്ത ധാരകളുമുണ്ട്, ഇനി വരേണ്ട ധാരകളുമുണ്ട്. ഒരുപാട് കർത്തൃത്വപരമായിട്ടുള്ള പ്രതിനിധാനങ്ങൾ ഇനിയും മലയാള കവിതയിൽ, മലയാള സാംസ്കാരിക മണ്ഡലത്തിൽ വരേണ്ടതുണ്ട്. പക്ഷെ അത് ഈ കാലം പ്രതീക്ഷ തരുന്നൊരു കാലമാണ്. അതുകൊണ്ടത് എത്തും. അതിന് പ്രത്യേകം നമ്മുടെ ഇവിടെ പരമ്പരാഗതമായി ആരുടെയും സൗജന്യമോ സഹതാപമോ ഒന്നുമല്ല ആ കാലത്തെ ഉണ്ടാക്കിയത്. മറിച്ച് ഈ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ നമ്മൾ പൊതുവെ എപ്പോഴും പലതരത്തിൽ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ വിമർശിക്കുന്ന സാമ്രാജ്യത്വവും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് പല രീതിയിലുള്ള. സാമ്രാജ്യത്തിന് വേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സാധനങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം ഒരു മിക്സഡ് ആണ് കാര്യങ്ങൾ എപ്പോഴും. അപ്പം അതുകൊണ്ട് ഈ ഒരു അവകാശവും ഇല്ലാത്ത, ഒരു അഭിപ്രായവും വ്യക്തമാക്കാൻ പറ്റാത്ത, വളരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, സോക്കോൾഡായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജഭരണത്തെക്കാൾ നല്ലത് സ്വാഭാവികമായും കുറച്ചുകൂടെയൊക്കെ ശ്വസിക്കാൻ വായു കിട്ടുന്ന ഒരു ജനാധിപത്യമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിപരമായിട്ടുള്ള, മനുഷ്യാവകാശപരമായിട്ടുള്ള, സാമൂഹ്യ നീതിപരമായിട്ടുള്ള, എന്താ പറയുക ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരിടമാണ് ഇതിനൊക്കെ ബേസ് ആകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൽക്കാലം നിർത്തിയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു സംസാരം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഞാനും അത് പറയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ലെറ്റേഴ്സിൽ വന്നിട്ട് എനിക്കറിയാം, കാരണം പല അധ്യാപകരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നമ്മളൊന്ന് ഇപ്പം ഇല്ലാത്ത ഒത്തിരി അധ്യാപകരുണ്ട്. എല്ലാവരുടെയും ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. കാരണം കുറേ കാലം ഇവിടുത്തെ വിദ്യാർത്ഥി അല്ലെങ്കിലും ഇതിനകത്ത് വരികയും ഇവിടെ പഠിച്ച സുഹൃത്തുക്കളെ കാണുകയും ഒരു വിദ്യാർത്ഥിയെ പോലെ വിനീന്ദ്രമാഷൊക്കെ വിചാരിച്ചെന്ന് ഞാൻ ഇവിടെ പഠിച്ചിരുന്നു എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. നീ എന്തുകൊണ്ട് ഇവിടെ പഠിച്ചില്ലെന്നാണ് പുള്ളി എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം ലെറ്റേഴ്സിനോടുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഞാൻ ഈ ജോലിയുടെ ഭാഗമായി ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിലും കരുതാവുന്നതാണ്. എന്തായാലും ഈ അവസരം എനിക്കിങ്ങനെ തന്ന നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കും പ്രസ്ഥാനത്തിനും സ്കൂൾ ഓഫ് ലെറ്റേഴ്സിനും കൃഷ്ണ സാറ് എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം. മൊബൈൽ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു രണ്ട് വരി കവിത പാഞ്ഞു പോകുന്നു. നമ്മൾ ചാടിക്കയറി അതിനെ പിടിച്ചിട്ട് നമ്മുടെ മൊബൈലിൽ അവനെ ആക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമായി ഞാൻ കുറേ കവിതകൾ എഴുതി. അപ്പം അതിങ്ങനെ ഒരു പ്രസാദം പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് കവിതകൾ വായിക്കാം. അപ്പം അതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്, ആപ്പിൾ വൈറ്റ് ലെഗിൻസ് ഇട്ട യൂക്കാലി മരങ്ങൾ എന്നാണ്. അത് ഒരു കവിതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഇങ്ങനെ മഞ്ഞിൽ നിൽക്കുന്നതാണെന്നും
ഒരാൾക്ക് തോന്നുന്ന ഒരു ഒരു ഒരൊറ്റ ഫ്ലാഷിലുള്ളൊരു തോന്നലാണ്. ആ തോന്നല് കവിത ഉണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ള മറ്റൊരു ചോദ്യമാണ്. പക്ഷെ ചിലർക്കത് കവിത പോലെ തോന്നാം. ഈ ഒരു സാധ്യത ഇത്തരത്തിലുള്ള എഴുത്തിനും ചിന്തയ്ക്കും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഫ്ലാഷുകളെ, അതായത് ഇപ്പോൾ ഒരു പരൽമീൻ നമ്മളിങ്ങനെ വെറുതെ വെള്ളത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു പരൽമീൻ ഇങ്ങനെ പെട്ടെന്നൊരു പാളിച്ച, ഈ പാളിച്ച സമയത്ത് മാത്രമേ ആ വെള്ളത്തിൽ ആ മീൻ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നും. ഈ പാളുന്ന സമയത്ത് നമ്മുടെ നോട്ടം കറക്റ്റ് ആണെങ്കിൽ ആ പാളൽ നമ്മൾ കാണും. കവിതയിലും ചിന്തയിലും ഇങ്ങനത്തെ മിന്നൽ പാളലുകൾ നടക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക, ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്ന ഈ കൊറോണ കാലത്തുള്ള വെറുതെ ഇരിപ്പാണ്. നമ്മൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നൊക്കെ തോന്നിയ ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു അല്ലറ ചില്ലറ സാധനങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഈ പോട്ട് പെയിന്റിങ് പലതരത്തിലുള്ള സാധനങ്ങളിലൊക്കെ മനുഷ്യൻ വ്യാപരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ വ്യാപരിച്ചത് ഇങ്ങനെ ഈ മീനിന്റെ പാളലും ഈ മിന്നലും ഇതൊക്കെ ഒന്ന് ചുമ്മാ പിടിച്ചെടുക്കാനാണ്. ഞാൻ ആലങ്കാരികമായി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കവിത വായിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇതേടെ സംസാരിക്കുകയാണെന്ന് തോന്നുന്നില്ലേ. ഞാനിതൊന്ന് ഈ കവിത വായിക്കുന്നതുകൊണ്ട് പറഞ്ഞു. അപ്പം ആപ്പിൾ വൈറ്റ് ലെഗിൻസ് ഇട്ട യൂക്കാലി മരങ്ങൾ, അതിനകത്ത് ചില കവിതകളുടെ തുടക്കം ഇങ്ങനെ ഇച്ചിരി കവിതകൾ അല്ലെങ്കിൽ റീലുകൾ എന്നൊക്കെ പറഞ്ഞാണ് ഞാനിപ്പോൾ കവിതയ്ക്ക് ചുമ്മാ പേരിടുക. അപ്പോൾ അതിനകത്ത് ഇമ്മകൾ ചിമ്മാതെ ഇച്ചിരി നേരം പുൽക്കൊടി തുമ്പിൽ വീർപ്പ് മുട്ടിയിട്ട് കെട്ടിപ്പിടിച്ച് മണ്ണിലേക്ക് ഊർന്നു പോകുന്നു 2 മഴത്തുള്ളികൾ. ഉറുമ്പുകൾ വറ്റുകൾ ചുമന്നുകൊണ്ട് പോകുന്ന തിണ്ണയിൽ മയങ്ങുന്ന പൂച്ചമ്മ ഉറക്കത്തിലും അതിൻ്റെ വാല് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നു. ഇതാണ് ആ ഒരു പാളൽ. ഇതാണ് ഒരു മിന്നൽ അല്ലെങ്കിൽ ഒരു മിനിങ്ങിൻ്റെ ജസ്റ്റ് ഒരു കത്തൽ. മറ്റൊന്ന്, മുഴുവനും കാടാകയാൽ ഒരു മരത്തെയും കാണാനാവുന്നില്ലല്ലോ, മുഴുവനും കടലാകയാൽ ഒരു മീനെയും പിടിക്കാനാവുന്നില്ലല്ലോ, മുഴുവനും കവിതയാകയാൽ ഒരു വരിയും എഴുതാനാവുന്നില്ലല്ലോ, മുഴുവനും കഥയാകയാൽ ഒരു കഥയും കേൾക്കാനാവുന്നില്ലല്ലോ. മറ്റൊന്ന്, ഭൂമിയിൽ ഒരിക്കൽ പോലും ഒരു ചുവട് വെക്കാത്ത ഒരു സ്ത്രീ വീൽ ചെയറിൽ തല കുനിച്ചിരുന്ന് നനയുന്നു. അവരുടെ മകനാവാം തൻ്റെ ഉടലിനെ കുട പോലെ അവർക്ക് മീതെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പൊതിഞ്ഞു പിടിച്ച കൈക്കുഞ്ഞിനു മീതെ ഒരമ്മ മുഖവും തലമുടിയും സാരിത്തലപ്പും കൊണ്ട് ഒരു വീട് പണിയുന്നു. ചെറുപ്പത്തിൽ അവലിടിച്ചത് തിന്നിട്ടുള്ളതിനാൽ ഒരു തണുപ്പിലും തന്നെ പൂട്ടാനാവില്ല എന്ന് പറയുമായിരുന്ന അമ്മയെ എനിക്ക് ഓർമ്മ വരുന്നു. ഒരെണ്ണം കൂടെ വായിക്കാം. ഇതിനകത്തൊന്നും അങ്ങനെ ഭയങ്കര ഒരു ഇതുള്ള കവിതകളല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് അപ്രധാനമെന്ന് തോന്നുന്ന, നമ്മൾ എവിടേക്കോ ചുറ്റിക്കൂട്ടി തള്ളിക്കളയുന്നതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ ചില നനുനനുപ്പുള്ള എന്തോ ഒരു സംഗതിയാണ്. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് ചിലർക്ക് കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം. ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്ന് ചോദിക്കുന്നവർക്ക് അതിനുമുള്ള റൈറ്റ് ഉണ്ട്. എന്തൊക്കെയോ കിട്ടി എന്ന് പറയുന്നവർക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ. അമീർ, നീ വരച്ച പ്ലാവില പോലെ തന്നെയുള്ള പ്ലാവിലയുടെ പെൻസിൽ ചിത്രം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പച്ച നിറമല്ലായിരുന്നിട്ടും ഒരാട് കണ്ടിരുന്നേൽ അതിലേക്ക് തല നീട്ടുമായിരുന്നു. ഇത് കുറേ ഉണ്ട്. എന്തായാലും ആ പുസ്തകം താമസിക്കാതെ വരും, 1 മാസങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വായിച്ചു നോക്കാം. സന്തോഷം, സ്നേഹം. ഒരു ഷോ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തീർന്നു. മലയാഴ്മ എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നെ അവർ വിളിച്ചിരുന്നു എന്തെങ്കിലും സംസാരിക്കാൻ, ഒരു ആശംസ പറയാനായിട്ട്. അപ്പം അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടിരുന്നു. അപ്പം അതിനകത്തേത് ഞാൻ ഏതോ ഇതേപോലുള്ള ഒരു സംസാരത്തിൽ എപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് അങ്ങനെ ബോധപൂർവ്വം ഒന്നും ആലോചിച്ച് പറഞ്ഞതൊന്നുമല്ല. അതായത് വരയ്ക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ ഞാൻ കവിതയായിട്ട് എഴുതാൻ ശ്രമിക്കുന്നു. എഴുതാൻ കഴിയാത്ത ചില കവിതകൾ ഞാൻ ചിത്രമായി വരയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു, അതിങ്ങനെയാണ് കുറച്ചൊരു പോയറ്റിക്കായി ആലങ്കാരികമായി പറഞ്ഞാണ്. പക്ഷെ അത് എനിക്ക് തന്നെ തോന്നി അതൊരു നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ, പ്രശ്നത്തെ, ഭാവുത്വപരമായിട്ടുള്ള ഒരു ക്രൈസിസിനെ നമ്മൾ പല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം ഒരു കലാപരമായ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു ആർട്ടിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ ആയിട്ട് വേണേൽ നമുക്ക് വിചാരിക്കാം. ചിലപ്പോൾ ഒരു കവിത ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്കായിരിക്കും അത് എഴുത്തിലെ തന്നെ ചിത്രകലയിലേക്ക് അതിങ്ങനെ മാറിപ്പോകുന്നു. ഇപ്പോൾ ബിനു പള്ളിപ്പാടിൻ്റെ കവിതകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതറിയാം. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇതുപോലെയാണ് ഈ ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫി, സിനിമ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദൃശ്യ ആത്മാവുമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു വല്ലാത്തൊരു കലർപ്പുണ്ട് അതിനകത്ത്. കലർപ്പെന്ന് ഞാൻ പറയുന്നത് ചേരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ്, മറിച്ചല്ല. അപ്പം അതൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ ഒട്ടനവധി കവിതകളിലെ ഈ സംഗതിയുണ്ട്. എസ് ജോസഫിൻ്റെ കവിതകളിൽ ധാരാളം
അത് ഇതുകൊണ്ടാണ് എസ് ജോസഫ് ഒരു ചിത്രകാരൻ കൂടിയാണ്, അല്ലെങ്കിൽ ചിത്രകലയിൽ നല്ല അവഗാഹമുള്ള ആൾ കൂടിയാണ്. അദ്ദേഹം ചിത്രകല വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അത് നമ്മളുടെ മൊത്തത്തിൽ പറഞ്ഞാൽ പല മേഖലകളിലുള്ള നമ്മുടെ ജ്ഞാനം അത് പുറത്തേക്ക് വരണം, പ്രകടമായി കൊള്ളണമെന്നില്ല. ആ ജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കില്ല് നമ്മൾ ഇടപെടുന്ന കലയിൽ അത് വന്നു ചേരും. ചിലരുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു നോക്ക്, അതൊരു വല്ലാത്തൊരു കവിത പോലെ നമുക്കതിനെ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കവിതയായി ചിത്രങ്ങളെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, ചിത്രങ്ങളെ കവിതയായും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ പോയിട്രി ഇൻസ്റ്റലേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ കൊച്ചിയിലൊരു ഷോ നടത്തുന്നു. കലേഷിൻ്റെയും അജീഷ് ദാസിൻ്റെയും ഒക്കെ കവിതകളെ വെച്ചിട്ട് വിനോദ് കൃഷ്ണ, ഇപ്പം അദ്ദേഹം ബെരേറ്റോ എന്നുള്ള നോവൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നോവൽ എഴുതിയ വിനോദ് കൃഷ്ണ പോയിട്രി ഇൻസ്റ്റലേഷൻ നടത്തിയിട്ടുണ്ട്. കാരണം ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ചിത്രകലയിലെ ഒരു സങ്കേതമാണ്, പോയിട്രി മറ്റൊന്നാണ്. പക്ഷെ പോയിട്രി വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കുക, അല്ലെ ഒരു ഇൻസ്റ്റലേഷൻ കണ്ടിട്ട് അതിനകത്തുനിന്നൊരു പോയിട്രി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇങ്ങനെയുള്ള അത് ഈ കവിതയും ചിത്രകലയും തമ്മിൽ നമ്മ തോന്നും കവിതയും കഥയും തമ്മിലാണ് ബന്ധം തോന്നും. പക്ഷെ കഥയും കവിതയും തമ്മിലല്ല പലത്തിൽ ബന്ധമുള്ളത്, മറിച്ച് ചിത്രകലയും കവിതയും തമ്മിലാണ്. അപ്പൊ കവിത ഒരുമാതിരി എല്ലാ കലകളിലും ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ സ്വാധീനിക്കുന്ന വല്ലാത്തൊരു ഫ്ലെക്സിബിലിറ്റി, എല്ലാത്തിനെ ഉൾക്കൊള്ളാനും എല്ലാത്തിനോടും ഇന്ററാക്ട് ചെയ്യാനുമുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ശേഷി കവിതയ്ക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പോയറ്റിക്കായ ചിന്തയ്ക്കുണ്ട്. കാരണം നമുക്കറിയാം പോയറ്റിക്കായി ചിന്തിക്കുന്ന മനുഷ്യരുടെ നിരീക്ഷണങ്ങൾ നമുക്കറിയാം. ചിലരൊന്നും ഒരു കവി സുൽപികളിടത്തിന്റെ ഈ എന്താ പറയുക പ്രസംഗം നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമ്മളൊരു ആസ്വാദ്യകരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ കൂടി അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യത്തെക്കാൾ ഉപരി നമുക്കതിങ്ങനെ കേട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി നൽകുന്നുണ്ട്. ചിലർ വളരെ കനപ്പെട്ട കാര്യമാണ് പറയുമ്പോഴും പലപ്പോഴും നമുക്കതങ്ങനെ ആസ്വാദ്യകരമായി കേട്ടിരിക്കാൻ കഴിയാറില്ല. ആസ്വാദ്യകരമായി കേട്ടിരിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ ഇതിനകത്ത് ആനുഷംഗികമായി സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം, ഒരു രക്തബന്ധം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതി ഈ ചിത്രകലയും കവിതയും തമ്മിൽ. ഞാൻ വളരെ വൈകിയാണ്, അതൊരു 2000 കൂടിയൊക്കെയാണ് കവിതയിലേക്ക് വരുന്നത്. ചിത്രകലയാണെങ്കിൽ സാർ ഇപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അത് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ തന്നെ ചില പടങ്ങളൊക്കെ വരച്ചതാണ്, എവിടെയെങ്കിലും പോയി അങ്ങനെ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ചില നിർബന്ധങ്ങൾക്കൊക്കെ വഴങ്ങി ചില ചിത്രങ്ങളൊക്കെ വരച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും ചിത്രകലാപരമായിട്ടുള്ള എന്താ പറയുക ഒരു സംഗതി എൻ്റെ മനസ്സിലുണ്ട്. അത് എനിക്ക് കവിതയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടാണ് എൻ്റെ ഓർമ്മകൾ പോലും അങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു ഫ്രെയിമിലാണ് ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവസാനമായി കണ്ട കൂട്ടുകാരനെ ഒരു ഫ്രെയിമിലാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അത് ഈ ചിത്രകലയുടെ ഒരു രീതിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവൻ ഇട്ടിരുന്ന ഡ്രസ്സ്, അയാളുടെ മുഖത്തേക്കാൾ കൂടുതൽ അന്നത്തെ ഡ്രസ്സ്, അന്നത്തെ നിൽപ്പ്, അന്നത്തെ അയാളുടെ ബോഡി ലാംഗ്വേജ്, മുഖത്തെ ഭാവം, ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരിക. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇത് ചിലപ്പോൾ പലർക്കും ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അത് ഇങ്ങനെ ഇത്തരം വിശദീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ ഇത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഇത് സാമാന്യമായൊരു കാര്യമാണ്. അതിനെ സവിശേഷമായി ഞാൻ പ്രസന്റ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. എനിക്കത് തൃപ്തികരമായ ഒരു വിശദീകരണമായി മാറിയോന്നറിയില്ല. എന്തായാലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംസാരിച്ച പോലെ തന്നെ മാതൃഭൂമി തള്ളിക്കളഞ്ഞ പല കവിതകളുടെ അല്ലെ അത്തരത്തിലുള്ള ഒരു ഐഡിയോളജി അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിന് ആദ്യമേ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം വലിയൊരു സന്തോഷം വരെയാണ് ചെന്നപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു വേദിയിൽ എൻ്റെ കവിതയെ പറ്റി സംസാരിച്ചെന്നുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കവിതയിൽ പിക്ക് ചെയ്ത ചില വാക്കുകളുണ്ട് ഭയങ്കര രസകരമായിട്ടുണ്ട്. ഇപ്പോൾ ചില കേൾസിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ഇങ്ങനെ വളരെ നമ്മൾ സാധാരണമെന്ന് വിചാരിക്കുകയും ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള രസകരമാണെന്ന് തോന്നിയിട്ടുള്ള പ്രാദേശികമായ വാക്കുകളുടെ ഉപയോഗം, ഈ വാക്കുകളിലെ ഈ പിക്ക് ചെയ്യുന്ന പ്രോസസ്സ് അതെങ്ങനെയാണ് നടക്കുന്നത് എനിക്കറിയാൻ ഭയങ്കരമായ കൗതുകമുണ്ട്. സത്യത്തിൽ അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയാവുന്ന ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ എൻ്റെ ബോധത്തിലോ അബോധത്തിലോ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ധൈര്യം എൻ്റെ എഴുത്തിൽ തുടർന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വിഷക്കായ എന്നുള്ള കവിതയിലൂടെയാണ്. അതിനകത്ത് ഈ അപ്പൻ
കള്ളു കുടിക്കുന്നതിനെ പറ്റി, അപ്പൻ വാള് വെക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വാള് വെക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രയോഗമാണ്, പകരം നിൽക്കാത്തൊരു പ്രയോഗമാണ് അതൊക്കെ. അപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ കവിതയിൽ നിന്ന് മാറ്റി വെക്കുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും ചിന്തിച്ചിരുന്നു. അപ്പൊ അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ കവിത എഴുതിയാലും പല പല കാരണങ്ങളാലും റോമാന്റെ കവിത അങ്ങനെയൊന്നും മുഖ്യധാരയിൽ വരാൻ പോകുന്നില്ല എന്നെനിക്ക് അനുഭവപരമായി ബോധ്യമാവുന്നുണ്ട്. അപ്പം കവിത വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറുക്കു വഴിയിലൂടെ കവിതയെ മാനകമായ രീതിയിൽ എഴുതാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് നോക്കി അങ്ങനെ എഴുതാവുന്ന ഒരു കവിയല്ല ഞാൻ. അങ്ങനെ ഒരു കവിത്വം എനിക്കില്ല യഥാർത്ഥത്തിൽ. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. എനിക്ക് അവർ കവിയല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ കവിത എൻ്റെ ജീവിതം പോലെ തന്നെ മാറിക്കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വേഷം കിട്ടി അതിൻ്റെ ഉള്ളിലേക്ക് എത്തി പെർഫോം ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വേഷത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങനെ ഞാൻ ശ്രദ്ധേയമായി, എനിക്കത് ശ്രദ്ധേയവും കുറച്ചൊക്കെ അബോധത്തിലുമാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഈ ഒരു ആഗ്രഹം എവിടെയും പ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ പെട്ടെന്ന് എഴുതിയൊരു കവിതയാണ് വിശക്കായ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പൻ അമ്മ. ഗുരുക്കൾ മാഷ് ഞാൻ കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പറയാണ്ട്, ഇങ്ങനെ അപ്പൻ അമ്മ എന്നൊക്കെ എഴുതി അത് ട്രാൻസ്ലേറ്റ് ചെയ്താലൊന്നും കവിതയാവില്ല എന്നൊക്കെ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു. കാരണം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഇത് കവിതയാകാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ എഴുതുന്നത്. എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയൊക്കെ ഈ ലിറ്ററേച്ചർ കവിതയിലൊക്കെ കൊണ്ടുവരണം. കാരണം സാമൂഹിക ജീവിതത്തിൽ അവരില്ല. അപ്പൊ എനിക്കത് കൊണ്ടുവരണം. ഞാൻ കവിത എഴുതിക്കൊണ്ടാണ് മാധ്യമത്തിൽ എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും ഒക്കെ പടം വരുന്നത്. ഞാനത് ചെയ്യണ്ടേ? പക്ഷെ ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് സോക്കോൾഡായിട്ട് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ജീവിതം, യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ അവരുപയോഗിച്ച വാക്കുകൾ ഒക്കെ അതിൻ്റെ ഭാഗമാണ്, നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാകുന്ന പോലെയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ വാക്കും നമ്മുടെ മാനറിസങ്ങളും നമ്മുടെ ഭാവനയൊക്കെ ഇതിന്റെ ഭാഗമാണ്. അങ്ങോട്ട് ഇതിന് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരുങ്ങി വേഷം കെട്ടി അവിടെ ചെന്നിട്ട് വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ ഇതുമായിട്ട് അവിടെ ചെല്ലുന്നു. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പേര്, എനിക്കിപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്ന് ഏതോ സിനിമയിൽ ദിലീപ് പറയുന്നല്ലോ ഭുവൻ ചന്ദ്രൻ എന്ന് പറയുന്ന പോലെ പറഞ്ഞ് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഭുവനേന്ദ്രൻ എന്ന് പറയും. ഇതുപോലെ പറഞ്ഞാൽ നമ്മുടെ പേര് നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. നമ്മളൊരു സ്റ്റൈലിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എവിടെ ചെന്നാലും എൻ്റെ പേരും എൻ്റെ മേൽവിലാസവും എൻ്റെ അച്ഛനും ഈ പറഞ്ഞ പോലെ എൻ്റെ ജാതിയും ഒക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു തരത്തിലുള്ള പരമമായ സത്യത്തെ കലാപരമാക്കി മാറ്റുക, കലയുടെ ഭാഗമാക്കുക, കവിതയുടെ ഭാഗമാക്കി മാറ്റുക. മലയാളത്തിലെ ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദതരാവലിയിൽ ഇല്ല എന്നും പറഞ്ഞിട്ട് കേരളത്തിലെ മലയാളത്തിലൊരു വാക്കിന് നിലനിൽക്കണ്ടേ? ഇതൊക്കെയാണ് അതിൻ്റെ ഈ കേൾസ് എന്നുള്ള വാക്കിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ഇതെൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. 4ാം ക്ലാസ്സുകാരിയായ എൻ്റെ അമ്മ എപ്പോഴും പറയും. ഇപ്പൊ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് നിങ്ങളറിയാം, പഴയ സിനിമാടിമാരെയൊക്കെ ഉണ്ടാറിയാം, അവരിങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ഒരുക്കി. ഇപ്പൊ അതൊക്കെ കുറച്ച് വീണ്ടും വേറൊരു രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത മുടിക്ക് മറ്റൊരു ഫാഷനായി മാറുന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ 2-3 മുടി ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കും. അതിങ്ങനെ കിടക്കും. അത് ചിലപ്പോൾ കുറച്ച് നീട്ടമുള്ള മുടിയാണെങ്കിൽ ചെവി കൂടെ ഒക്കെ ഇവിടെ വന്നിട്ട് ശേഷം ഇങ്ങനെ കിടക്കും. കുട്ടികൾ അതിങ്ങനെ ഇടത്തിടക്കിട ഇങ്ങനെ വെക്കും. അതിങ്ങനെ അവർ തന്നെ നമ്മളാരും കാണാതെ അവരത് മാറ്റിയിടും, പിന്നെ ഇങ്ങനെ വെക്കും. ഇതൊക്കെ ഒരു കാണാനും ഭംഗിയുണ്ട്. നല്ല ക്യൂടെക്സ് ഒക്കെ ഇട്ട് നല്ല വിരൽ കൊണ്ട് ഇതിങ്ങനെ ചെയ്യും. നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പുറകെ ഇരിക്കും, പെൺകുട്ടികൾ ഫ്രണ്ട് ഇരിക്കും. അപ്പം നമ്മൾ ഈ സ്റ്റോപ്പ് പോലും മറന്നു പോകും പലപ്പോഴും. കാരണം ഇതുങ്ങൾ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ചോണ്ടൊക്കെ അങ്ങ് ഇരിക്കും. മനസ്സിലാവും, അവർ സമയമാകുമ്പോൾ ഇറങ്ങിപ്പോകും. പക്ഷെ ഇതൊരു നമ്മുടെ എന്താ പറയുക, ഒരു ശ്രദ്ധയൊക്കെ വരുന്ന ഒരു മനോഹരമായ ദൃശ്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, താജ്മഹലിൽ കണ്ടിരിക്കുന്ന മനുഷ്യര് ശ്രദ്ധിച്ചറിയാം, ഒരു പെൺകുട്ടി കടല വിറ്റ് പോവുകയാണെങ്കിൽ എല്ലാവരും ആ സമയത്ത് താജ്മഹലിന്റെ നോട്ടം മാറ്റി ഈ പെൺകുട്ടി ക്രോസ് ചെയ്ത് പോകുന്നവരെ ആ പെൺകുട്ടിയെ നോക്കി നോക്കും. താജ്മഹൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് മറന്നു. ഇതൊരു ഫ്ലാഷാണ്, ഇതൊരു കവിതയാണ്. ഇപ്പൊ ഞാനിപ്പോൾ വായിച്ച കവിതയിൽ എവിടെയും ഉണ്ട് അത്, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ വാക്കിന്റെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിത്രം മങ്ങിപ്പോയി. ആ മങ്ങിപ്പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ചിത്രകാരന് ഈ പടം അയച്ചു കൊടുത്തിട്ടു. അപ്പം ഞാൻ വിശദീകരിക്കുവാണ് ഇദ്ദേഹത്തോട്. അമ്മ ഇങ്ങനെ മുടി ഇവിടെ ഇങ്ങനെ ഒരു കേൾസ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇതെനിക്ക് പിന്നെ എനിക്ക് തോന്നി, ഈ വോയിസ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു കവിത പോലെ എന്തോ ഒരു എലമെന്റ് കിടക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പം അതിനകത്ത് ഇല്ലാതെ പോയ കുറേ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് അമ്മയെ ഒരു ചിത്രമായി പുനർനിർമ്മിക്കണമെന്നുള്ള എൻ്റെ ഒരു തോന്നലാണ്. ഞാൻ ഈ കൂട്ടുകാരന് കൊടുക്കുന്ന ഒരു വിശദീകരണമാണ് പിന്നീട് കേൾസ് എന്നുള്ളൊരു കവിതയായി മാറുന്നത്. അല്ലാതെ അവിടെ ഈ കേൾസ് എന്നുള്ള വാക്കിന് ഞാൻ പ്രത്യേകിച്ച് ഈ കേൾസിനെ അവിടെ കൊണ്ടുവന്നൊന്നുമില്ല. അവിടെ കേൾസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അമ്മ പറഞ്ഞിട്ട് അമ്മ എന്നിട്ട് ഈ കുട്ടികളെയൊക്കെ പറയാം. അമ്മ വേറൊരു വാക്കും പറയാം, പോസിക്കുട്ടികളാണ് കേൾസ് ഇട്ട് നടക്കാന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ചോദിക്കും അമ്മയുടെ ഇതിങ്ങനെ ഇട്ട് അതിങ്ങനെ അറിയാണ്ട് വീണ് കിടക്കുന്നതെന്ന് അമ്മ അങ്ങനെ പറയും. അപ്പൊ അതങ്ങനത്തെ ഒരു രീതിയുണ്ട്.
അപ്പൊ ഇതെന്തുകൊണ്ട് കവിത ആയിക്കൂടാന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അല്ലാതെ മനഃപൂർവ്വം മലയാള ഭാഷയിൽ മുഖ്യധാരയില്ലാത്ത കുറേ സംഗതികൾ കൊണ്ടുപോകുന്ന ഞാനങ്ങ് കവിതയാക്കുന്നതല്ല. മറിച്ച് ഇത് വളരെ സത്യസന്ധമായി സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സത്യസന്ധത നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെയാണ് ധൈര്യമായി നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. ഇപ്പം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു കവി എന്ന ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ISA മുദ്ര കഴിച്ചു വിടുന്നില്ല. ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു എബിനും കിട്ടും, കുറെ കഴിയുമ്പോൾ ഒരു മുദ്ര കിട്ടും. പിന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത പേര് നമ്മളെ കളയാതെ സൂക്ഷിക്കണം. അത് വേറൊരു കാര്യമാണ്. മുദ്ര മാഞ്ഞു പോകില്ലായിരിക്കും, പക്ഷേ മുദ്രയിൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതാണ്, കാലഹരണപ്പെട്ടു പോകും. അതാണ്, മുദ്ര അവിടെ ഉണ്ടാവും. ഇത് മതിയോ മറുപടി?